ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കാളിയായ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറെ വധിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രയേൽ. ജബാലിയ ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന ഇയാദ് നട്സറിനെയാണ് വധിച്ചത്. ജൂലൈ 10-നായിരുന്നു സംഭവമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നതിനിടെ ഇയാദിന് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ഇയാൾ ബറ്റാലിയൻ ആസ്ഥാനത്തേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഇയാളുടെ കൂടെ മറ്റ് 2 നേതാക്കളെ കൂടെ വധിച്ചതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. അതിനിടെ പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് കൈമാറാൻ സന്നദ്ധമാണെന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതായി ഹമാസ്. യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കാൻ ഒരുക്കമാണെന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതായാണ് ഹമാസ് ആയുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കിയത്. ബന്ദികളുടെ ജീവനേക്കാൾ മറ്റു നിക്ഷിപ്ത താൽപര്യങ്ങളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളതെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട 20 മിനിറ്റുള്ള വീഡിയോ സന്ദേശത്തിൽ അബു ഉബൈദ പറഞ്ഞു. ആക്രമണം തുടരാനാണ് ഇസ്രയേൽ തീരുമാനമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് തങ്ങളും ഒരുക്കമാണെന്നും ഹമാസ് ആയുധ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ തേടി മൊസാദ് മേധാവി അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നു. US മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതേസമയം ഗാസയിൽ ഇന്നലെയും 41 പേരെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തി. തെക്കൻ ഗാസയിലെ അൽ മവാസിയിൽ അഭയാർത്ഥികൾ താമസിച്ച തുണികൊണ്ടുള്ള തമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. തിരക്കേറിയ സ്ഥലങ്ങളിലും ഭക്ഷണവും വെള്ളവും കാത്തുനിൽക്കുന്ന ഇടങ്ങളിലും ബോംബ് വർഷിച്ച് കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രയേൽ. വിശപ്പ് കാരണം ആളുകൾക്ക് മാനസിക സമ്മർദ്ദവും ഓർമ്മനഷ്ടവും ഉണ്ടാകുന്നതായി അൽ-ഷിഫ ആശുപത്രിയിലെ മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തിയ ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിൽ ജെറുസലേമിലെ കത്തോലിക്ക സഭ മൂന്നാമൻ എന്നിവർ സന്ദർശനവും നടത്തി. ഗാസയിലെ കുരുതി ഉടൻ നിർത്തണമെന്ന് സഭാ പുരോഹിതർ ആവശ്യപ്പെട്ടു. കൂടാതെ കഴിഞ്ഞ ദിവസം ഗാസയിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ലിയോ 14 മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലിനും പാപ്പ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ ആശങ്കയും വിഷമവും നെതന്യാഹുവിനെ അറിയിച്ച ലിയോ 14 മാർപ്പാപ്പ കുട്ടികളും പ്രായമായവരും രോഗികളും അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഖേദിക്കുന്നതായും തെറ്റുപറ്റിയതായും നെതന്യാഹു പറഞ്ഞതായി റിപ്പോർട്ടുകളുമുണ്ട്. സംഭാഷണം സൗഹൃദപരമായിരുന്നുവെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. പരസ്പരമുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇരുവരും സംസാരിച്ചതായും വിവരമുണ്ട്. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെ ഗാസയിലെ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ ഇസ്രായേൽ അട്ടിമറിച്ചെന്ന് ഹമാസ് ആരോപിച്ചു. എല്ലാ ബന്ദികളെയും ഒരുമിച്ച് മോചിപ്പിക്കുന്നതിനുള്ള ഒരു സമഗ്ര കരാർ ഹമാസ് നിർദ്ദേശിച്ചിരുന്നുവെന്നും ഹമാസ് വക്താവ് അബു ഉബൈദ ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഇസ്രയേൽ ഈ നിർദ്ദേശം നിരസിച്ചെന്നും അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ഉബൈദ പറഞ്ഞു. ഇത്തരത്തിൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നാൽ ഭാഗിക വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും 10 ബന്ദികളെ കൈമാറുമെന്നും ഉറപ്പു നൽകാനാവില്ലെന്നും ഹമാസ് വക്താവ് കൂട്ടിച്ചേർത്തു.